ഹലോ മക്കളെ, പ്ലസ് 1 മാത്തമാറ്റിക്സിന്റെ ആദ്യത്തെ ചാപ്റ്ററായ സെറ്റ് നമുക്ക് ഒരൊറ്റ വീഡിയോ കൊണ്ട് കംപ്ലീറ്റ് ചെയ്താലോ? യെസ്, മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ 1 സെറ്റിന്റെ ഒരു വൺ ഷോട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ നമ്പർ 1 സെറ്റിനകത്തെ ഫസ്റ്റ് ടോപ്പിക് എന്താ മക്കളെ? സെറ്റ്. മിസ് ഒരു എക്സാമ്പിൾ പറയാം. എടാ, നമ്മുടെയൊക്കെ ലൈബ്രറിയിൽ ബുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇപ്പം ഒരു ഷെൽഫിനകത്ത് മലയാളത്തിന്റെ ബുക്കുകളാണെങ്കിൽ വേറൊരു ഷെൽഫിൽ ചിലപ്പം തമിഴായിരിക്കും, ചിലത് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം ഓരോ ഷെൽഫിലും ഓരോ ലാംഗ്വേജിന്റെ ബേസിസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം അല്ലെ? അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇപ്പൊ നമ്മൾ ഒരു ഡെസ്കിനകത്ത് കുറെ ബുക്കുകൾ ഇട്ടേക്കുവാണെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഈ ഷെൽഫുകളിൽ ഏത് ഷെൽഫിലാണ് ആ ബുക്ക് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അത് തുറന്ന് വായിച്ചാൽ മതി. അത് ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിന്റെ ബുക്കുകൾ ഇരിക്കുന്ന ഷെൽഫിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തു വെക്കാൻ പറ്റും. ഒരു ബുക്ക് എടുക്കുമ്പം അത് ഇതിൽ ഏത് കാറ്റഗറിയിൽ ഏത് ഷെൽഫിലാണ് വരുന്നത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, പറയാൻ പറ്റുന്നില്ലേ? അതിനാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ കളക്ഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സെറ്റ് എന്താണെന്ന് മനസ്സിലായി? അപ്പൊ സെറ്റിനെ നമുക്ക് രണ്ട് തരത്തില് റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ ഫോം, അതിന് നമുക്ക് വേറൊരു പേരുണ്ട് ടാബുലാർ ഫോം. ഇനി രണ്ടാമത്തെ മെത്തേഡോ? യെസ്, സെറ്റ് ബിൽഡർ ഫോം. ഏതാണ്? ഒന്ന് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം, പിന്നെ സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? ആദ്യം തന്നെ നമ്മുടെ റോസ്റ്റർ ഫോം എടുക്കാം. എടാ, റോസ്റ്റർ ഫോമില് എല്ലാ എലമെന്റ്സും ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു സെറ്റ് എടുക്കാവേ. ഈ എക്സാമ്പിൾ നോക്കിയേ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഇതിനകത്ത് എലമെന്റ്സ് എല്ലാം ആദ്യം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് റോസ്റ്റർ ഫോമിലാകുമ്പോൾ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെറ്റിനകത്ത് എലമെന്റ്സ് ഏതൊക്കെയാണ്? ലെസ് ദാൻ 10 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 1, 3, 5, 7, 9. ഇതാണ് നമ്മുടെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെ എന്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്? കോമാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ് ചെയ്താലോ? യെസ്, കോമാസ് കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആർ എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. അപ്പൊ രണ്ട് ബ്രേസസ് ഉപയോഗിച്ച് നമ്മൾ എൻക്ലോസ് ചെയ്യണം. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? യെസ്, എലമെന്റ്സ് ആർ നോട്ട് ജനറലി റിപ്പീറ്റഡ്. എലമെന്റ്സിന്റെ റെപ്പിറ്റീഷൻ നമുക്ക് വേണ്ട, റിപ്പീറ്റ് ചെയ്യണ്ട. അതിന് മിസ് ഒരു എക്സാമ്പിൾ തരാം. എടാ, താഴത്തെ ഇത് നോക്കിയടാ. സ്കൂൾ എന്ന് പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സിനെ നമ്മളൊരു സെറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഏതൊക്കെയാണ് വേർഡ്സ്, ഏതൊക്കെയാണ് ലെറ്റേഴ്സ്? എസ്, സി, എച്ച്, ഒ, എൽ. കോമാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തു, ദാണ്ടേ എൻക്ലോസും ചെയ്തു അല്ലെ? ഇനി ഇതിനെ ഇപ്പൊ ആദ്യം തന്നെ നോക്കണം. നമ്മുടെ ഈ വേർഡിനകത്ത് ഓ എന്ന് പറയുന്നത് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ സെറ്റിലേക്ക് എഴുതിയപ്പോൾ ഒരു തവണ വന്നിട്ടുള്ളൂ. റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഓർഡർ ഓഫ് ദി എലമെന്റ്സ് ലിസ്റ്റഡ് ആർ ഇമ്മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താ മക്കളെ? എടാ, ഞാൻ ഇപ്പൊ എഴുതിയതിനെ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാണ്. SHOCL എന്ന്. എന്ത് വ്യത്യാസം? ഞാൻ ആ കറക്റ്റ് ഓർഡറിലല്ല എഴുതിയേക്കുന്നത്, ഓർഡർ മാറ്റി എഴുതിയേക്കുന്നത്. ഇങ്ങനെ എഴുതിയാൽ ശരിയാണോ? ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓർഡർ തിരിച്ചു മറിച്ച് എഴുതിയാലും കുഴപ്പമില്ല, എല്ലാ എലമെന്റ്സ് അതിനകത്ത് വന്നാൽ മതി. ഓക്കെ, ദെൻ പിന്നെന്താ നമ്മുടെ അടുത്ത് പറയുന്നത്? ഒരു സെറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം? അതിന് മുന്നേ നമ്മളിപ്പോ സെറ്റ് എഴുതി, നമ്മൾ സെറ്റിനൊരു പേര് കൊടുത്തില്ലല്ലോ. സെറ്റിനൊരു പേര് കൊടുക്കണം. സെറ്റിന് പേര് കൊടുക്കണം. ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു, എന്താണ്ട് ബി എന്ന് പറഞ്ഞ് നമ്മുടെ വേർഡ്സിന്റെ സ്കൂൾ എന്ന വേർഡിലെ സെറ്റിന് ഒരു പേര് കൊടുത്തു. എടാ മക്കളെ നോക്കിക്കേ, മിസ് ഈ സെറ്റുകൾക്ക് പേര് കൊടുത്തപ്പം എങ്ങനെ നെയിം ചെയ്തേക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് നെയിം ചെയ്തേക്കുന്നത് അല്ലെ? അപ്പൊ ഓർത്തോണം, ഒരു സെറ്റിനെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു സെറ്റിനകത്തെ എല്ലാ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എലമെന്റ്സ് എന്ന് വിളിക്കും. ഈ എലമെന്റ്സ് സിനോണിമസ് ടേംസ് ആണ്. അതുകൂടാതെ നമ്മളിപ്പം സെറ്റിനെ നെയിം ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ എലമെന്റ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എലമെന്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്, മറന്നു പോകരുതേ. അപ്പൊ ഇനി എന്താ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിലോങ്സ് ടു ആൻഡ് നോട്ട് ബിലോങ്സ് ടു. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പഠിച്ചു തുടങ്ങാം. ഈ സെറ്റ് നോക്കിക്കേ, A = 1 2 3 4 5 എന്ന് പറയുന്ന ഒരു സെറ്റ്. എടാ മക്കളെ, ഈ 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുവാണെങ്കിൽ ഈ 2 എന്ന് പറഞ്ഞ എലമെന്റ് എയിലെ ഒരു എലമെന്റ് ആണോ? 2 എന്ന് പറയുന്നത് എയിലെ ഒരു എലമെന്റ് ആണോ? അതെ. അതുകൊണ്ട് 2 ഈസ് ആൻ എലമെന്റ് ഓഫ് എ എന്ന് നമുക്ക് എഴുതില്ലേ? 2 is an element of A എന്ന് നമുക്ക് എഴുതത്തില്ലേ? ഇനി നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 belongs to
എ എന്ന് പറയത്തില്ലേ, 2 ബിലോങ്സ് ടു എ എന്ന് നമുക്ക് പറയാലോ. അതിനെ നമ്മൾ എങ്ങനെ ബിലോങ്സ് ടുവിന്റെ സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യും? നോക്കിയേ, 2 ബിലോങ്സ് ടുവിന്റെ സിമ്പിൾ മിസ് എഴുതുന്നുണ്ടോ? അതാണ്ട് ഇതാണ് നമ്മുടെ ബിലോങ്സ് ടുവിന്റെ സിമ്പിൾ വരുന്നത്. ബിലോങ്സ് ടുവിന്റെ സിമ്പിൾ വരുന്ന ഏതാണ്? ഇതാണ് ബിലോങ്സ് ടുവിന്റെ സിമ്പിൾ വരുന്നത്. ബിലോങ്സ് ടു ആരാണ്? എ. സെറ്റ് എയിലേക്കാണ് ബിലോങ് ചെയ്യുന്നത്. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു എലമെന്റ് ആണ് 2 എങ്കിൽ നമുക്ക് പറയാം 2 ബിലോങ്സ് ടു എ എന്ന് പറയാം. ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം. 7 എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ് ആണോ? അല്ല. അപ്പം 7 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ എന്ന് എഴുതാം അല്ലെ. നോട്ട് ആൻ എലമെന്റ്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 7 നോട്ട് ബിലോങ്സ് ടു, എന്താ മിസ് പറഞ്ഞേ? നോട്ട് ബിലോങ്സ് ടു എ. അതിനെ നമ്മൾ എങ്ങനെ സിമ്പിൾ വെച്ച് എഴുതും? 2 നോട്ട് ബിലോങ്സിന്റെ സിമ്പിൾ എന്താ? യെസ്, ബിലോങ്സ് ടുവിന്റെ ഇട്ടിട്ട് നമ്മൾ ഒരു വിട്ടു കൊടുക്കാം. ഇതാണ് നോട്ട് ബിലോങ്സ് ടുവിന്റെ സിമ്പിൾ വരുന്നത്. ഓക്കെ, നോട്ട് ബിലോങ്സ് ടു 2 അല്ല 7 ആണ്. 7 നോട്ട് ബിലോങ്സ് ടു എ എന്ന് നമ്മൾ കൊടുത്തു. അത് നമ്മൾ തന്നെ ആൽഫബറ്റ്സിന്റെ ഓർഡറിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. എക്സ് എന്ന് പറഞ്ഞൊരു സെറ്റ് എ ബി സി ഡി എന്നാണ് എലമെന്റ്സ്. എ എന്ന് പറയുന്നത് എക്സിലെ ഒരു എലമെന്റ് ആണ്, അതുകൊണ്ട് എ ബിലോങ്സ് ടു എക്സ് എന്ന് വന്നു. ഇ എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു എലമെന്റ് അല്ല, അതുകൊണ്ട് തന്നെ ഈ നോട്ട് ബിലോങ്സ് ടു സെറ്റ് എക്സ് എന്ന് നമ്മൾ വന്നു. ഇനി നോക്കിയേ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത ഫോം ആണ്. എന്ത്? സെറ്റ് ബിൽഡർ ഫോം. ആദ്യം നമ്മൾ റോസ്റ്റർ ഫോം പഠിച്ചു, ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അവരുടെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണെന്നാണ്. അവരുടെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണെന്നുള്ള ഇത് നോക്കണം. ഈ പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ സെറ്റിന് പുറത്തുള്ള ഒരു എലമെന്റിനും ഉണ്ടാവാനും പാടില്ല. അതായത് തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റ്സിന് യുണീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ പ്രോപ്പർട്ടി ഈ സെറ്റിന് പുറത്തുള്ള ഒരു എലമെന്റിനും വരാൻ പാടില്ല. അത് വെച്ച് എഴുതുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുന്നത്. എങ്ങനെയാന്ന് നോക്കിയാലോ? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം അല്ലെ. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 നമ്മൾ നേരത്തെ എഴുതിയില്ലേ? അത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു വന്നത്? റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇപ്പം എ എന്ന് പറയുന്നതിനെ ഒരു സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം റോസ്റ്റർ ഫോമിൽ 1, 3, 5, 7, 9 എന്നാണ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത്. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? വി ഡിസ്ക്രൈബ് ദ എലമെന്റ്സ് ഓഫ് ദി സെറ്റ് യൂസിങ് എ സിമ്പിൾ എക്സ്. അപ്പൊ എക്സ് കൊണ്ടാണ് നമ്മുടെ ഈ സെറ്റിനകത്ത് എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സ് എഴുതി. എക്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ? ഫോളോഡ് ബൈ കോളൻ. ഒരു കോളൻ അതിനെ ഫോളോ ചെയ്യും. ഏതാണ്? എക്സ് കഴിഞ്ഞിട്ട് 2 കോളൻ ഇടാനാണ് പറഞ്ഞേക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ? കോളിന് ശേഷം ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി പൊസസ്ഡ് ബൈ എലമെന്റ് ഓഫ് ദി സെറ്റ് ഇസ് മെൻഷൻഡ്. നമ്മളൊരു യൂണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പൊസസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ആ ക്യാരക്ടർ ഏതാണോ അത് നമ്മൾ എങ്ങനെ എഴുതും? ആ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ എന്ത് എഴുതും? ലിസ്റ്റ് ഔട്ട് ചെയ്യും. അത് എന്താണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സെറ്റ് എന്താണ്? എക്സ്. നമ്മൾ എല്ലാ എലമെന്റ്സിനെ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം എക്സ് ഈസ് എ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്ന് പറയത്തില്ലേ? ദെൻ ഇത് നമുക്ക് താഴോട്ട് എഴുതാവേ. ലെസ് ദാൻ 10 എന്ന് എഴുതാം. ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് ദെൻ എൻക്ലോസ് ദ വോൾ ഡിസ്ക്രിപ്ഷൻ വിത്ത് ബ്രേസസ്. നമ്മൾ ഈ എൻഡർ ഡിസ്ക്രിപ്ഷനെ നമ്മൾ എന്ത് ചെയ്തു? ബ്രേസസ് വെച്ച് എൻക്ലോസ് ചെയ്തു. മക്കളെ, നമ്മളപ്പം ഇത് മിസ് നല്ല നീറ്റ് ആയിട്ട് ഇവിടെ ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എഴുതാൻ പഠിച്ചു റോസ്റ്റർ ഫോമിൽ. ഇനി ഇതെങ്ങനെ വായിക്കും? നമ്മൾ ആദ്യം വായിക്കേണ്ടത് ഈ സെറ്റിന്റെ ഈ ബ്രേസസ് ഇല്ലേ, അതിനെ നമുക്ക് വിളിക്കാം സെറ്റ് ഓഫ്. ആ എക്സോ എല്ലാ എലമെന്റ്സിനെ നമ്മൾ എക്സ് കൊണ്ടല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം സെറ്റ് ഓഫ് ഓൾ എക്സ്. ഇനി നമുക്ക് 2 കുത്ത് തന്നിട്ടില്ലേ? കോളൻ. ഇതിന് കോളനെ നമ്മൾ വിളിക്കുന്നതാണ് സച്ച് ദാറ്റ്. എന്താണ്? സച്ച് ദാറ്റ്. അപ്പൊ എങ്ങനെയാ? ഒന്നുകൂടെ പറഞ്ഞേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എന്താണോ അത് വായിക്കണം. കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി എഴുതിയില്ലേ, അത് വായിക്കുക. എന്താണ്? എക്സ് ഈസ് എ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അപ്പൊ എങ്ങനെ വായിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്ന് വായിക്കും. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇതിനടുത്ത് നോക്കിക്കോണം. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റുകളുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കിയാലോ? ഫസ്റ്റത്തെ വന്നേക്കുന്നത് നൾ സെറ്റ്, എം ടി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. ഒന്നുമില്ലടാ മക്കളെ, ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിനാണ് നമ്മൾ വിളിക്കുന്നത് എം ടി സെറ്റ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് നൾ സെറ്റ്. അതുകൂടാതെ നമുക്ക് അതിനെ വോയിഡ് സെറ്റ് എന്നും വിളിക്കാൻ പറ്റും. ഇനി ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
നമുക്ക് ഒന്നെങ്കിൽ 2 എൻക്ലോസ്ഡ് ആയിട്ടുള്ള ബ്രേസസ് വെച്ച് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ദാണ്ടെ ഇത് 5 വെച്ച് വേണമെങ്കിലും എം ടി സെറ്റിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിലാണെങ്കിലും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിലാണെങ്കിലും ഈ 2 സൈൻസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഓർക്കുക, ഈ സൈൻ കണ്ടു കഴിഞ്ഞാൽ അത് എം ടി സെറ്റ് ആണ്, ഇതിനകത്ത് ഒരു എലമെന്റും ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത നോക്കിക്കേ. അതിന് മിസ് ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നു. എ സ്റ്റുഡന്റ് പ്രസന്റ്ലി സ്റ്റഡിങ് ഇൻ ബോത്ത് 10 and 11. 10ാം ക്ലാസ്സിലും +1ലും അറ്റ് എ ടൈം ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ സെറ്റിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര? നമ്പർ ഓഫ് എലമെന്റ്സ് 0 ആണ്, ഒരു എലമെന്റും ഇല്ലെന്നർത്ഥം. അപ്പൊ എന്താ? എം ടി സെറ്റ്, നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് ആണ്. ഇത് 3 പേരുകളാണ്. എം ടി സെറ്റ് എന്ന് വിളിക്കാം, വോയിഡ് സെറ്റ് എന്ന് വിളിക്കാം, നൾ സെറ്റ് എന്ന് വിളിക്കാം. ഒരുമിച്ച് പറയുമ്പോൾ അത് ഒറ്റ പേരാണെന്ന് ഓർക്കരുത്. ഓക്കെ, അടുത്ത് നോക്കിക്കോണം. സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾ സെറ്റ് എന്ന് വെച്ചാൽ പേരിനകത്ത് തന്നെയുണ്ട്, ഈ സെറ്റിനകത്ത് ഒരൊറ്റ എലമെന്റേ കാണുള്ളൂ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ വിളിക്കുന്നത് സിംഗിൾട്ടൺ സെറ്റ്. മിസ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 3ക്ക് താഴെയുള്ള ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന്. ഏതാണ്? 2 മാത്രമാണ് നമ്മുടെ ഈവൺ നമ്പർ <3 വരുന്നത്. അപ്പോൾ ഒരൊറ്റ എലമെന്റ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതിനെ സിംഗിൾട്ടൺ സെറ്റ് ആക്കി വിളിക്കും. അടുത്ത് നമ്മൾ നോക്കുന്ന ഏതാ? ഫൈനൈറ്റ് സെറ്റ്. എ സെറ്റ് കണ്ടെയ്നിങ് നോ എലമെന്റ്സ് ഓർ എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആർ കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള സെറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എന്താണ്? ഈവൺ നമ്പേഴ്സ് <9. 9 താഴെയുള്ള ഈവൺ നമ്പേഴ്സിന്റെ സെറ്റ്, അതെന്താണ്? ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്ത് നോക്കിക്കേ. സെറ്റ് ഓഫ് ഓൾ ഡേയ്സ് ഇൻ എ വീക്ക്, അതെന്താണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കിക്കേ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കാർഡിനൽ നമ്പർ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ്. കാർഡിനൽ നമ്പർ എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ മക്കളെ, ഒരു ഫൈനൈറ്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർഡിനൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്പർ ഓഫ് എലമെന്റ്സിന്റെ സെറ്റ് ആണ് കാർഡിനൽ നമ്പേഴ്സ്. അതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഇപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആണെങ്കിൽ അതിനെ നമ്പർ ഓഫ് എലമെന്റ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് n of a എന്ന്. അതുകൊണ്ട് ഇവിടെ സെറ്റ് നോക്കിക്കേ. എക്സ് എന്ന് പറയുന്ന സെറ്റ്, ഇതിന്റെ കാർഡിനൽ നമ്പർ ഏതാണ്? ഒന്നുമില്ലടാ, അതിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കിക്കേ. 4 എലമെന്റ് ഉണ്ട്. എ ബി സി ഡി എന്ന് പറയുന്ന 4 എലമെന്റ് ഉണ്ട്. അപ്പം n of x എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അതാണ്ട് എ എന്ന് പറയുന്ന സെറ്റിലോ, എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 4 എന്ന് പറഞ്ഞാൽ വീണ്ടും 4 എലമെന്റ്സ് ആണുള്ളത്. സോ അപ്പൊ n of a എന്ന് പറയുന്നത് 4 ആയിരിക്കും. അടുത്തത് നോക്കിക്കേ. അടുത്തതാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്താന്ന് നോക്കി. അടുത്താണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വെച്ചാൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള സെറ്റുകൾക്കാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. മിസ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എഴുതുമ്പോൾ എങ്ങനെ വരും? 1 2 3 4. മിസ് നട്ടുതാണ്ടേ 3 കുത്തുകൾ ഇട്ടു. ഈ 3 കുത്തുകൾ എന്താണ് പറയുന്നത്? ഈ 3 കുത്തുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് ആ സെറ്റിലെ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് ഈ 3 ഡോട്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ്ലി പൊക്കോണ്ടിരിക്കുകയാണ്. അടുത്ത് നോക്കിക്കേ. അടുത്തതാണ് ഈക്വൽ സെറ്റും ഇക്വാലന്റ് സെറ്റും. അത് മിസ് ഒരുമിച്ച് പറയാൻ കാരണം, ഈക്വൽ സെറ്റ് നോക്കിക്കേ. ഈക്വൽ സെറ്റിനകത്ത് 2 സെറ്റുകൾ തമ്മിൽ ഈക്വൽ ആവണമെങ്കിൽ ആ 2 സെറ്റുകളിലും എക്സാക്ട്ലി ദ സെയിം എലമെന്റ്സ് ഉണ്ടായിരിക്കണം. എന്താണ്? എക്സാക്ട്ലി ദി സെയിം എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ 2 സെറ്റുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും. എക്സാമ്പിൾ, ഈ 2 സെറ്റ് നോക്കിക്കേ. എക്സും എ എന്ന് പറയുന്ന 2 സെറ്റുകൾ, ഇവരിൽ തമ്മിലെ എലമെന്റ്സ് എല്ലാം എന്താണ്? സെയിം ആണ്, എക്സാക്ട്ലി ദ സെയിം ആണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈക്വൽ സെറ്റ് എന്ന് വിളിക്കും. ഇനി അടുത്ത് നോക്കിക്കേ. ഇക്വാലന്റ് സെറ്റ്. ഇക്വാലന്റ് സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ 2 സെറ്റുകൾ ഇക്വാലന്റ് സെറ്റ് ആവണമെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആയാൽ മതി. അതായത് എന്താണ്? കാർഡിനൽ നമ്പർ അല്ലേ, നമ്പർ ഓഫ് എലമെന്റ്സ് അത് തമ്മിൽ ഈക്വൽ ആയാൽ മതി. ഈ 2 സെറ്റ് നോക്കിക്കേ. ബി എന്ന് പറയുന്ന സെറ്റ് 2 4 6 8. ഈ സെറ്റ് എന്ന് പറയുന്നതോ 3 5 7 9. ഇതിൽ n ഓഫ് ബി എത്രയാണ്? 4. n ഓഫ് ഇസെറ്റ് എത്രയാണ്? 4. ഇത് രണ്ടും ഈക്വൽ അല്ലേ? സോ ഇങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വാലന്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അടുത്താണ് നമ്മുടെ സബ്സെറ്റ്. മക്കളെ, സബ്സെറ്റിന്റെ സൈനില് ചിലടത്ത് കൺഫ്യൂഷൻ വരും. ഇങ്ങനെ നമുക്ക് കാണാം, ഇങ്ങനെ നമുക്ക് കാണാം. ഇത് രണ്ടും എന്താണെന്നും അതിന്റെ ഡിഫറൻസസ് എന്താണെന്നും മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് സബ്സെറ്റ് എന്താന്ന് നോക്കിയാലോ. എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആവണമെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ്? എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആവണമെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സും ബി എന്ന സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. താണ്ടേ എ എന്ന് പറയുന്നത് 2 6 എന്ന് പറയുന്ന ഒരു സെറ്റ്. ബി എയിലെ എല്ലാ എലമെന്റ്സും ബി എന്ന് പറയുന്ന ഈ സെറ്റിനകത്തുണ്ടോ? ഉണ്ടല്ലേ. ഏതാണ്ട് 2 ഉണ്ട്, 6 ഉണ്ട്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പറയുന്നത് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെന്ന്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ.
നമ്മുടെ അടുത്ത് പറയാണ് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. നമുക്ക് ഇങ്ങനെ തരാതെ ഇങ്ങനെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരാം, ഒരു സെറ്റ് തരും. ഇപ്പൊ ഇതിനകത്ത് കണ്ട ഒരു എക്സാമ്പിളിന് എക്സ് ഈക്വൽ ടു 2, 4, 6 എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ചോദിക്കുകയാണ് ഇതിന്റെ സബ്സെറ്റുകൾ ഏതാണെന്ന് എഴുതാനായിട്ട്. ഒന്നുമില്ലടാ മക്കളെ, ഇതിനകത്ത് നിന്ന് നമുക്ക് എത്ര സെറ്റുകളെ ഉണ്ടാക്കാൻ പറ്റുമോ അതിന്റെ എല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. അതാണ് നമ്മുടെ സബ്സെറ്റുകൾ. എങ്ങനെയാ നോക്കിക്കേ. ഇപ്പൊ ഇതിനകത്ത് നിന്ന് എക്സ് എന്ന് പറഞ്ഞ സെറ്റിനകത്ത് നിന്ന് സബ്സെറ്റുകൾ ഏതാ? ആദ്യം നമുക്ക് ഓരോ എലമെന്റ്സ് വെച്ച് സെറ്റുകൾ ഉണ്ടാക്കാം. എന്താണ്ട് നോക്കിയേ, 2, 4, 6. ഇനി രണ്ട് നമ്പർ വെച്ച് ഉണ്ടാക്കിയാലോ, 2, 4, 4, 6, 2, 6. ഇനി ഇത് കൂടാതെ 2 എലമെന്റ്സും കൂടെ ഈ സബ്സെറ്റുകളുടെ ലിസ്റ്റിൽ വരും. ഏതൊക്കെയാണ്? എന്താണ്ട് നോക്കിയേ, 2 സെറ്റുകളും കൂടെ ഈ സബ്സെറ്റുകളുടെ ലിസ്റ്റിൽ വരും. ഏതൊക്കെയാണ്? ഒന്ന് വരുന്നത് ഈക്വൽ സെറ്റ്, അതായത് എക്സാക്ട്ലി ദ സെയിം സെറ്റ് 2, 4, 6. അതാണ് മിസ് ഇവിടെ പറഞ്ഞേക്കുന്നത് എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. ഓക്കെ, അതായത് ഈക്വൽ സെറ്റ് ഇല്ലേ, അത് തന്നെ. ഇനി അടുത്ത് നോക്കിക്കേ, മിസ് ഒരു വേർഡും കൂടെ എഴുതാണ്. ഇതെന്താ മക്കളെ? യെസ്, 5. അതായത് എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. ഇതും ഒരു സബ്സെറ്റ് ആണ്. നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് ആണ്. എവറി സെറ്റ് ആണ്, എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ് എന്ത്? നമ്മുടെ വോയിഡ് സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലേ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു സെറ്റ് എന്നിട്ട് സബ്സെറ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി മിസ് അടുത്ത പഠിപ്പിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ആണ്. ഏതാണ്? നമ്പർ ഓഫ് സബ്സെറ്റ് ആണ്. അതായത് ഒരു സെറ്റിനകത്തുനിന്ന് എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിക്കോണം, ആദ്യം നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഇഫ് എ ഇസ് എ സെറ്റ് വിത്ത് എൻ ഓഫ് എ ഈക്വൽ ടു എക്സ്. എ എന്ന് പറയുന്ന ഒരു സെറ്റില് എക്സ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2⁻x ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. എന്താണ്ട് ബി എന്ന് പറയുന്ന ഒരു സെറ്റ്, ഇവരുടെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2, 4, 6, 8. 4 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ എൻ ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് സബ്സെറ്റുകൾ എത്രയാണ്? എത്ര സബ്സെറ്റുകൾ ഉണ്ട്? 2⁻4 സബ്സെറ്റുകളാണ് ഉള്ളത്. ക്ലിയർ ആണോ? ഇനി അടുത്ത പഠിക്കാൻ പോകുന്നതാണ് പ്രോപ്പർ സെറ്റ്. മക്കളെ ഇവിടെയാണ് മിസ് നേരത്തെ പറഞ്ഞില്ലേ ആ ഡിഫറൻസ്, അത് പറയാൻ പോകുന്നത്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാല് മിസ് നേരത്തെ പറഞ്ഞു ഏതൊരു സെറ്റും അതിന്റെ തന്നെ ഒരു സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഈക്വൽ സെറ്റുകൾ സബ്സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതെ, ഇവിടെ പ്രോപ്പർ സെറ്റ് എന്ന് പറഞ്ഞാല് ഈ ഈക്വൽ സെറ്റ് ഒഴികെ ഉള്ള സെറ്റുകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോപ്പർ സെറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഈക്വൽ സെറ്റുകൾ ഒഴികെയുള്ള സെറ്റുകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോപ്പർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ, അടുത്ത പറയാണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഏതാണ്? നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റുകൾ ഏതാണ്? അപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റുകൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? എ എന്ന് പറയുന്ന ഒരു സെറ്റില് നമ്പർ ഓഫ് എലമെന്റ്സ് എക്സ് ആണെങ്കിൽ, അതായത് എൻ ഓഫ് എ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്തായിരിക്കും? 2⁻x -1 ആയിരിക്കും. ആ ഈക്വൽ സെറ്റിനെ മാത്രം നമ്മൾ അങ്ങ് കളയും. അപ്പൊ എന്താ ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര വരുന്നത്? എൻ ഓഫ് ബി ഏതാ? ഇവിടെ 4 ആണ് ബി എന്ന് പറയുന്ന സെറ്റില്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയാണ്? 2⁻4 വരും. അപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഏതാണ്? 2⁻4 -1. 2⁻4 -1 എന്ന് വരും. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തതാണ് സൂപ്പർ സബ്സെറ്റ്. സൂപ്പർ സബ്സെറ്റ് എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ബി എന്ന് പറയുന്ന ഈ ഒരു സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ് എയുടെ സൂപ്പർ സെറ്റ് ആവണമെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മളപ്പോ സൈനിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. എടാ, ഈ ഈക്വൽ സെറ്റ് ഇല്ലാതെയുള്ള എഴുതുമ്പോഴാണ് നമ്മൾ ഈ സൈൻ യൂസ് ചെയ്യുന്നത്. അതായത് പ്രോപ്പർ സബ്സെറ്റുകൾക്കാണ് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈക്വൽ ആയിട്ടുള്ള ആ സെറ്റ് ഇൻക്ലൂഡഡ് അല്ല എന്ന് മാത്രം അവിടെ വരുന്നുള്ളൂ. അതാണ്ട് ഈക്വൽ സെറ്റ് ഉണ്ടെങ്കിലോ അതാണ്ട് ഇവിടെ ഈക്വൽ പോലെ ഒരു സൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് എന്ത്? നമ്മുടെ സബ്സെറ്റിന്റെ സൈൻ വരുന്നത്. ഓക്കെ, ഇത് സബ്സെറ്റിന് എഴുതിയാൽ ഓക്കെയാണ്. ഒരു കാര്യമുള്ളൂ, അതിനകത്ത് ആ ഈക്വൽ സെറ്റ് ഇൻക്ലൂഡഡ് അല്ല എന്ന് മാത്രം. അതായത് പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കേ, അപ്പൊ നമ്മള് സൂപ്പർ സെറ്റ് എന്താന്ന് പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയാൽ അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ എന്താ?
മിസ് സിമ്പിൾ ആയിട്ട് പറയാം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെ സെറ്റ് ഉണ്ടോ ആ സെറ്റുകളിലെ എല്ലാ എലിമെന്റ്സും ഉള്ള സെറ്റിനാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് പേരന്റ് സെറ്റ് എന്ന് പോയി എക്സാമിന് എഴുതരുത്, മിസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നതാണ്. അത് നമുക്ക് വേറെ ഇത് കൊടുക്കാം. ദ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് അണ്ടർ ഡിസ്കഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഇതിനെ നമുക്ക് എന്താണ് യു കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ യു കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ബി എന്ന് പറയുന്ന ഒരു സെറ്റ്, എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ഇതിനകത്തെ എല്ലാ എലിമെന്റ്സും യു എന്ന് പറയുന്ന ഈ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനകത്ത് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇന്റർവെൽസ് ഓഫ് സബ്സെറ്റ്, അതായത് സെറ്റുകളിലെ ഇന്റർവെൽസ് വരുന്നത്. ആദ്യം നോക്കിയേ, ഓപ്പൺ ഇന്റർവെൽ വരുന്നത് നോക്കിയേ. എടാ മക്കളെ, ആദ്യം തന്നെ മിസ് ഒരു കാര്യം പറയാം. താണ്ടെ ഇങ്ങനെ വരുന്നതാണ്, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഇതുമാണ് ഇവിടെ വരുന്നത് മെയിൻലി യൂസ് ചെയ്യുന്ന സൈനുകൾ. ഇത് വന്നു കഴിഞ്ഞാൽ ഓർക്കുക, ഇത് ഈ സൈൻ കിടക്കുന്നതിന്റെ തൊട്ടുപുറത്ത്, അതായത് ഓപ്പൺ ആയിട്ടുള്ള ബ്രാക്കറ്റ് കിടക്കുന്നതിന്റെ സൈഡിൽ കിടക്കുന്ന എലമെന്റ്സ് ഇൻക്ലൂഡഡ് അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയോ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ വന്നാലോ, അതായത് ആ എലമെന്റ് ഇൻക്ലൂഡഡ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ആദ്യം ഓപ്പൺ ഇന്റർവെല്ലിൽ എടുക്കാം. എടാ ഓപ്പൺ ഇന്റർവെല്ലിൽ നോക്കിയേ, എന്താണ്ടേ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ഈ സൈൻ നോക്കുക. നമുക്കറിയാം, നമുക്ക് ബേസിക്കലി 4 സൈൻ ഉണ്ട്. ഏതൊക്കെയാണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന 4 സൈനുകൾ കാണും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 സൈനുകളാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. ഇവിടെയാണെങ്കിലോ ക്ലോസ്ഡ്. ഓക്കെ, അതായത് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്? ഇവിടെ രണ്ടിടത്തും ഓപ്പൺ അല്ലേ, അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ഇന്റർവെല്. ഇപ്പൊ നോക്കിയേ, 3, 6, അതായത് ഈ സെറ്റിനകത്ത് 3ഉം 6ഉം എന്ന് പറയുന്ന 2 എലമെന്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, ഇൻ ബിറ്റ്വീൻ ഉള്ളതായിരിക്കും അതിനകത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then അടുത്ത് നോക്കിക്കേ, ക്ലോസ് ഇന്റർവെൽ വരുമ്പോഴോ ഇത് ഏതാ സൈൻ വന്നേക്കുന്നത്? യെസ്, ഈക്വൽ ടുന്റെ ഇതായിട്ടുണ്ട് അല്ലെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ മിസ് പറഞ്ഞു അത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ എക്സാമ്പിളിനകത്ത് 3ഉം 6ഉം ഇൻക്ലൂഡഡ് അല്ലേ, ഈ സെറ്റിലെ എലമെന്റ്സ് അല്ലേ. അങ്ങനെ ആവുമ്പോ എന്താ? താണ്ടേ 3, 6 രണ്ടിടത്തും ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. ദെൻ അടുത്ത് നോക്കിക്കേ, അടുത്ത് പറയുന്നതോ, അപ്പൊ രണ്ട് ഡിനോട്ട് ചെയ്യുന്ന എങ്ങനെ? എ ബി നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ്ഡ് ഇന്റർവെല് എ ബി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. താണ്ടെ അടുത്ത് നോക്കിക്കേ, സെമി ക്ലോസ്ഡ് ഇന്റർവെൽ അല്ലെങ്കിൽ സെമി ഓപ്പൺ ഇന്റർവെൽ, അതായത് ഒരിടത്ത് ഓപ്പണും ഒരു സൈഡിൽ ക്ലോസ്ഡും ആയിട്ടുള്ള ഇന്റർവെൽസിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? സെമി ഓപ്പൺ ഇന്റർവെൽ അല്ലെങ്കിൽ സെമി ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ താണ്ടെ 3യുടെ അവിടെ എന്താണ് വരുന്നത്? ക്ലോസ്ഡ് ആണ്. 6ന്റെ അവിടെയോ ഓപ്പണ് അല്ലെ. ദെൻ അടുത്ത താഴെയോ താണ്ടെ 3യുടെ അവിടെ ഓപ്പണ്, 6ന്റെ അവിടെയോ ക്ലോസ്ഡ് അല്ലെ. സെമി ഓപ്പൺ ഇന്റർവെൽ അല്ലെങ്കിൽ സെമി ക്ലോസ്ഡ് ഇന്റർവെൽ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ദെൻ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നതാണ് നമ്മുടെ വെൻ ഡയഗ്രാം. മക്കളെ, വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇപ്പൊ നമ്മൾ സെറ്റുകൾ എടുക്കുവാണെങ്കിൽ സെറ്റുകളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മളൊരു ഡയഗ്രാം ആക്കി വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെൻ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. മിസ് ഒരു എക്സാമ്പിൾ പറയാം. ദാണ്ട് ഇവിടെ നോക്കിക്കേ, ഈ എ ഇന്റർസെക്ഷനും എ യൂണിയനും എ കോംപ്ലിമെന്റും ഒക്കെ ബാക്കി താഴെ നമ്മൾ പഠിക്കും. അപ്പം ഇപ്പൊ നമുക്കൊരു വെൻ ഡയഗ്രാം എന്താണെന്നൊരു ഐഡിയ ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ആദ്യം മിസ് പറയാം, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലെ എലിമെന്റ്സും ബിയിലെ എലിമെന്റ്സും കൂടെ ഒരുമിച്ചുള്ളതിനാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്നതിന് എടുക്കുന്നതിനാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് വിളിക്കുന്നത്. ഈ ഒരു സർക്കിൾ നോക്കിക്കോണം, അതായത് ഈ ഒരു ഫിഗർ, ഇതിനകത്ത് 2 സർക്കിൾ ഉണ്ട്, ഒന്ന് എ ഒന്ന് ബി. ഇതിൽ ഈ നടുക്കത്തെ പോർഷൻ കണ്ടോ? 2 സർക്കിളിനും കോമൺ ആയിട്ട് വരുന്ന ഈ പാർട്ടാണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത്. മിസ് പറഞ്ഞു ഒരു 2 സെറ്റുകൾ തമ്മിൽ, ഇപ്പം എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടായിരുന്നു, ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും കോമൺ ആയിട്ടുള്ളത് എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്താണ്? ഇന്റർസെക്ഷൻ. ബാക്കി അല്ലാതെ കളക്റ്റീവ്ലി 2 സെറ്റും കൂടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ അത് യൂണിയൻ ആണ്. അതായത് ഇത് കണ്ടോ, ഇവിടെ ഈ 2 സർക്കിളും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതായത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയേക്കുന്നതാണ്. അതെന്താണ്? യൂണിയന്. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിനെ മാത്രം നമ്മൾ എടുത്ത് എഴുതുന്നതിന് ദാണ്ടെ ഇന്റർസെക്ഷൻ എന്ന് വിളിക്കും. അപ്പൊ ഈ 2 ഫിഗർ മനസ്സിലായല്ലോ. ദാണ്ടെ അടുത്ത് നോക്കിയേ, ഇതാണ് അടുത്ത ഫിഗർ വന്നേക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ഒരു സർക്കിൾ വന്നേക്കുന്നു. ആ സർക്കിൾ 7 എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിനാണ് ആ സർക്കിൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് ആ ഒരു സർക്കിൾ ഒഴികെ ബാക്കി എല്ലാ സ്പേസും കവേർഡ് ആയിട്ട് ഗ്രീൻ കൊണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എയിലെ എലമെന്റ്സ് ഒഴികെ ബാക്കി ഈ സ്ക്വയർ കംപ്ലീറ്റ്ലി എന്താണ്? യു ആണ്. അതായത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആണ് അല്ലെ. യൂണിവേഴ്സൽ സെറ്റിലെ ബാക്കി എലമെന്റ്സിനെയാണ് നമ്മൾ ആ ഗ്രീൻ അടിച്ച് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അതായത്
എയിലെ എലമെന്റ്സ് ഒഴികെ ബാക്കി യുയിലെ എലമെന്റ്സ്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? എ കോംപ്ലിമെന്റ് എന്ന്. എന്താണ്? എ കോംപ്ലിമെന്റ് എന്ന്. ബാക്കിയുള്ള സെറ്റുകളെല്ലാം തന്നെ, ബാക്കിയുള്ള വെൻ ഡയഗ്രംസ് എല്ലാം തന്നെ നമ്മൾ ഓപ്പറേഷന്റെ, അതായത് സെറ്റിന്റെ ഓപ്പറേഷൻസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പതുക്കെ വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഓപ്പറേഷൻസ് ഏതൊക്കെയാന്ന് നോക്കിയാലോ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് 3 ഓപ്പറേഷൻസ് ആണ് വരുന്നത്: യൂണിയന്, ഇന്റർസെക്ഷന്, ദെൻ കോംപ്ലിമെന്റ്. അപ്പൊ ആദ്യം നമ്മൾ യൂണിയൻ നോക്കാം. എടാ മക്കളെ, യൂണിയൻ മിസ് നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ എ എന്ന് പറയുന്നത്, എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിലെയും ബി എന്ന് പറയുന്ന സെറ്റിലെയും എല്ലാ എലമെന്റ്സിനും നമ്മൾ ഒരുമിച്ച് എഴുതുന്നതിനാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. മിസ് ഇതാണ്ടേ ഇവിടെ നോക്കിയേ, എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി യൂണിയൻ എ ആണ്. എ യൂണിയൻ ഫൈയോ, ഫൈ എന്ന് പറയുന്നത് എന്താ? ഫൈക്കകത്ത് എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. ഫൈ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്, അല്ലെങ്കിൽ എം ടി സെറ്റ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് എലമെന്റ് ഇല്ല. അപ്പം അത് എ എന്ന് പറയുന്ന സെറ്റുമായിട്ട് യൂണിയൻ എഴുതുമ്പോൾ എന്ത് തന്നെ വരും? എ തന്നെ നമുക്ക് വരും. ഇനി എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്താ? എയിലെ എലമെന്റ്സും എയിലെ എന്ന് പറഞ്ഞ എലമെന്റ്സിനോട് തന്നെ ഒരുമിച്ച് ചെയ്തപ്പം എ തന്നെ ആയിരിക്കും അല്ലേ കിട്ടുന്നത്. അപ്പം എ യൂണിയൻ എ എന്ന് പറയുന്നത് എ. ഇനി യു എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആയിരുന്നു. അപ്പം എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റുമായിട്ടാണ് യൂണിയൻ എഴുതുന്നതെങ്കിലോ ഏത് വരും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും വരുന്നത് അല്ലെ. മിസ് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ നോക്കിയേ, യൂണിയൻ എഴുതുന്നത് യു എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. എ ബി സി എന്ന് പറഞ്ഞ 3 സെറ്റുകൾ വന്നിട്ടുണ്ട്. എ യൂണിയൻ ബി നമുക്ക് എഴുതിയാലോ. എ യൂണിയൻ ബി, ഇതാണ് എ, ഇതാണ് ബി. ഇവ രണ്ടുപേരും ഒരുമിച്ചുള്ളത് ഏതൊക്കെയാണ്? 2 3 4 5 6 7 1 9 അല്ലെ. ഇനി ബി യൂണിയൻ എയോ സെയിം. ഈ രണ്ടെണ്ണത്തിനകത്ത് എലമെന്റ്സ് ഒരുമിച്ച് എഴുതുന്നു. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത് നമുക്ക് ബി യൂണിയൻ സി എഴുതിയാലോ. 1 2 3 4 5 6 7 8 9 അല്ലെ. ഇപ്പൊ യൂണിയൻ എഴുതുന്ന എങ്ങനെയാണെന്ന് സെറ്റ് ആയില്ലേ. ഇനി അടുത്ത് നമുക്ക് ഇന്റർസെക്ഷൻ നോക്കാം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിലെയും ബി എന്ന് പറയുന്ന സെറ്റിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് കാണില്ലേ, അവരെ നമുക്ക് ഒരുമിച്ച് എടുത്ത് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതാണ്ടേ സെയിം എക്സാമ്പിൾ മിസ് തന്നിട്ടുണ്ട്. പിന്നെ നോക്കി, എയുടെയും ബിയുടെയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, തമ്മിൽ കോമൺ ആയിട്ട് എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഫൈ ആണ്. അതിന് പ്രത്യേകിച്ച് ഇവിടെ എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് അതിന് ഫൈ എന്ന് കൊടുക്കാം, നൾ സെറ്റ് ആണ്. ബി ഇന്റർസെക്ഷൻ എയോ ഫൈ തന്നെയാണ്. ഇനി യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? യു ഇന്റർസെക്ഷൻ എ, യൂണിവേഴ്സൽ സെറ്റിന്റെ കൂടെ എയിലുള്ള ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്താണ്? എ തന്നെ ആയിരിക്കും വരുന്നത് അല്ലെ. എ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മുടെ എ ഏതാണ്? 2 3 4 5 6 7. ഇനി നമുക്ക് വേറൊന്നും എഴുതാം. ബി ഇന്റർസെക്ഷൻ സി എഴുതിയാലോ. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? യെസ്, 8 ആണ് കോമൺ ആയിട്ടുള്ളത് അല്ലെ. ഇനി നോക്കിയേ, എ ഇന്റർസെക്ഷൻ സി എഴുതിയാലോ. എയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 4 6. സിമ്പിൾ അല്ലേ. ഇനി നോക്കിക്കേ, ഇനി പറയാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി ഇന്റർസെക്ഷൻ എയോട് ഈക്വൽ ആയിരിക്കും. ഇനി എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയോട് ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ എ ഇന്റർസെക്ഷൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ആയിരിക്കും. ഫൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എം ടി സെറ്റ്. എം ടി സെറ്റിനോട് ഏതൊരു സെറ്റിന്റെ ഇന്റർസെക്ഷൻ എടുത്താലും എം ടി സെറ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി എ ഇന്റർസെക്ഷൻ എയോ എ തന്നെയായിരിക്കും അല്ലെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ സെറ്റുമായിട്ട് ഒരു സെറ്റ് ഇന്റർസെക്ഷൻ വെക്കുകയാണെങ്കിൽ ആ സെറ്റ് തന്നെയായിരിക്കും വരുന്നത്. കാരണം യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിനും യൂണിവേഴ്സൽ സെറ്റിനും കോമൺ ആയിട്ടുള്ളത് എയിലെ എല്ലാ എലമെന്റ്സും തന്നെയായിരിക്കും. അതുകൊണ്ട് യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ഇനി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഫൈ ആണെങ്കിൽ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഡിസ്ജോയിന്റ് സെറ്റ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഫൈ ആണെങ്കിൽ കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് എന്ത്? ഡിസ്ജോയിന്റ് സെറ്റ്. ഇനി മക്കളെ, ഇനി നമ്മൾ നോക്കാന്നുള്ളതാണ് ഡിഫറൻസസ് ഓഫ് സെറ്റ്. എന്താണ് ഡിഫറൻസസ് ഓഫ് സെറ്റ്? എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? എയിലെ എലമെന്റ്സ് എന്നാൽ ബിയിൽ ഇല്ലാത്തതായിട്ടുള്ള എലമെന്റ്സിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? എ മൈനസ് ബി. എയിലെ എലമെന്റ്സ് എന്നാൽ ബിയിൽ ഇല്ലാത്തതായിട്ടുള്ള എലമെന്റ്സ്. സെറ്റ് ഓഫ് എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു എ ബട്ട് നോട്ട് ഇൻ ബി. ഇനി ബി മൈനസ് എ എന്ന് പറഞ്ഞാലോ, ബിയിലുള്ള എലമെന്റ്സ് എന്നാൽ എയിൽ ഇല്ലാത്തത്. എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു ബി ബട്ട് നോട്ട് ഇൻ എ എന്ന് പറയുന്നതാണ്
ബി മൈനസ് എ എന്ന് പറയുന്നത്. നമുക്കൊന്ന് എക്സാമ്പിൾ ഇട്ട് നോക്കിയാലോ. എന്താണ്ട് ഇവിടെ നോക്കിയേ, വേണ്ട യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ട്, എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. എ മൈനസ് ബി എത്രയാണ്? എയിലെ എലിമെന്റ്സ് എന്നാൽ ബിയിൽ ഇല്ലാത്തത് അല്ലെ. ഏതൊക്കെയാണ്? 2, 4, 6 അല്ലെ. ഇനി താഴെയോ ബി മൈനസ് എയോ? ബി മൈനസ് എ ബിയിലുള്ളത് എന്നാൽ എയിൽ ഇല്ലാത്തത്. 1, 3 എയിലുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. 5 എയിലുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. 7 ഉണ്ട്, പിന്നെ ഏതാ? 9. ഇവിടെ നോക്കിക്കോണം, ഈ എ മൈനസ് ബിയും ബി മൈനസ് എയും എന്താണ്? ഈക്വൽ അല്ല. നോക്കിയേ, എ മൈനസ് ബിയും ബി മൈനസ് എയും ഈക്വൽ ആയിരിക്കത്തില്ല. ഇനി എ മൈനസ് ബി എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ബി മൈനസ് എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഇനി എ മൈനസ് 5 എന്ന് പറയുന്നത് എ ആണ്. എ മൈനസ് എയോ? 5 ആയിരിക്കും. എ മൈനസ് 5 എന്ന് പറയുന്നത് എ ആണ്, എന്നാൽ എ മൈനസ് എ എന്ന് പറയുന്നത് 5 ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോംപ്ലിമെന്റ്. എടാ മക്കളെ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് വേണ്ട, ഈ ഒരു സൈൻ ഇവിടെ വേണ്ട. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ യൂണിവേഴ്സൽ സെറ്റില് എ എന്ന് പറയുന്ന സെറ്റിനകത്തെ എലമെന്റ്സ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലെ ഏതൊക്കെ എലമെന്റ്സ് ആണോ ഉള്ളത് ആ എലമെന്റ്സിനെ എല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ വിളിക്കുന്ന പേരാണെന്ത്? എ കോംപ്ലിമെന്റ്. അതായത് എയിലെ എലമെന്റ്സ് ഒഴികെ ബാക്കി നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് ആണോ ഉള്ളത് അവരെ വിളിക്കുന്നതാണ് എന്ത്? നമ്മുടെ എ കോംപ്ലിമെന്റ്. ഇനി ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലോ ബിയിലെ സെറ്റിലെ എലമെന്റ്സ് ഒഴികെ ബാക്കി യുയിൽ ഏതൊക്കെ ഉണ്ടോ അത്. അത് നമ്മൾ എങ്ങനെ പറയും? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് അതർ ദാൻ ദ എലമെന്റ്സ് ഇൻ എ. എ എന്ന് പറയുന്ന സെറ്റിലോ എലമെന്റ്സ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ ഏതുണ്ടോ? ബിയുടെയോ ബി കോംപ്ലിമെന്റോ? എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് അതർ ദാൻ എലമെന്റ്സ് ഇൻ ബി അല്ലെ. ഇനി അടുത്ത നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇതാണ്ടേ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എയിലെ എലമെന്റ്സ് ഒഴികെ ബാക്കി യു എന്ന് പറഞ്ഞ സെറ്റിൽ ഏതൊക്കെ ഉണ്ട്? ഏതൊക്കെയാ മക്കളെ ഉള്ളേ? 1, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ബാക്കിയുണ്ട് 8ഉം 9ഉം ആണ് അല്ലെ. 8ഉം 9ഉം ആണ്. ദെൻ അടുത്ത് നോക്കിക്കേ, അടുത്തത് ബിയിലെ എലമെന്റ്സ് ഒഴികെ യുയിലുള്ള എലമെന്റ്സിനെ എഴുതുന്നതിനാണ് നമ്മൾ ബി കോംപ്ലിമെന്റ് അല്ലെ. അപ്പം ബി കോംപ്ലിമെന്റ് ഏതൊക്കെയാണ്? 3, 4, 6, 7 അല്ലെ. സിമ്പിൾ അല്ലേ? യെസ്. ദെൻ ഇനി നമുക്ക് നോക്കാം എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എ യൂണിയൻ ബി ഈക്വൽ ടു, കാരണം ഇവിടെ നമ്മൾ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ട്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതാണ് നമ്മുടെ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താ? എയിലെയും ബിയിലെ എലമെന്റ്സിലെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നതിനാണ് എ യൂണിയൻ ബി എന്ന് വിളിക്കുന്നത്. ഇനി എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്, അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്ന ഈ സെറ്റിനകത്തെ എലമെന്റ്സ് ഒഴികെ ബാക്കി യു എന്ന് പറയുന്ന നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിലെ ഏതൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളത്? എങ്ങനെ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? എലമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ അത് ഏതാണ്? 5. ഇനി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതാണ്ട് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ ഉണ്ടോ? ഇല്ല. കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഇല്ല. അപ്പൊ അവിടെ എന്ത് കൊടുക്കും? 5. മക്കളെ, നമ്മൾ ഈ ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ദാണ്ടെ ഈ ഒരു ക്വസ്റ്റിന്റെ ബേസിസിലാണ്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് വരുമ്പം ഇവിടെ എം ടി സെറ്റിന് പകരം ഏതെങ്കിലും നോൺ എം ടി സെറ്റ് കിട്ടും, അതായത് എലമെന്റ്സ് ഉള്ള സെറ്റ് വരും. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റിനാണ് ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് നമ്മൾ ആദ്യം എന്ത് കാണണം? യെസ്, എ ഇന്റർസെക്ഷൻ ബി കാണണം. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? 5 ആണെന്ന് നമ്മൾ ഓൾറെഡി എഴുതിയല്ലേ. സോറി, എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി ആദ്യം എന്താണ്? അതാണ്ട് ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. ഇവർ തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? അതാണ്ട് 2 ഉണ്ട്, 5 ഉണ്ട് അല്ലെ. അപ്പം 2ഉം 5ഉം ആണുള്ളത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എടുക്കാനായിട്ടാണ് അല്ലെ. എയിലെയും ബിയുടെയും ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ വേണ്ടി, അതായത് യൂണിവേഴ്സൽ സെറ്റില് 2ഉം 5ഉം അല്ലാതെ ബാക്കിയുള്ള എലമെന്റ്സിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാണ്? 1, 3, 4, 6, 7, 8, 9 അല്ലെ. ഇത് നോക്കിക്കേ, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്.
എ കോംപ്ലിമെന്റ് ഏതാണ്? ഇതാണ് എ കോംപ്ലിമെന്റ്, ഇതാണ് ബി കോംപ്ലിമെന്റ്. ഇതിന് തമ്മിൽ യൂണിയൻ എഴുതുമ്പോൾ എന്ത് വരും? 1 3 4 6 7 8 9. യെസ്, ഇതാണ് നമ്മുടെ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും തമ്മിലുള്ള യൂണിയൻ, അല്ലെ? എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും തമ്മിലുള്ള യൂണിയൻ. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത് നമ്മുടെ ഓപ്പറേഷൻസ് ഓഫ് സെറ്റ് ആണ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും, യു ആയിരിക്കും. ദെൻ അടുത്ത് നോക്കിക്കേ, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇനി അടുത്തത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പ്രൂഫ് ചോദിക്കാറുണ്ട്. എങ്ങനെയാ മിസ്സേ പ്രൂഫ് ചോദിക്കുന്നത്? എടാ മക്കളെ, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും, ഇതിൽ നിന്ന് നമ്മളിപ്പം കണ്ടുപിടിച്ചില്ലേ മിസ്, ഈ ക്വസ്റ്റിനകത്ത് വരുന്ന എല്ലാ തരത്തിലുള്ള ഇതും നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചോദിക്കുമ്പോൾ ഇതിനകത്ത് ഓരോന്നും കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മൾ എഴുതുക, അല്ലെ? അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് മിസ് ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റിൽ കാണിച്ചില്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് തമ്മിൽ ഈക്വൽ ആണെന്ന് നമ്മൾ എടുത്ത് എഴുതി വെക്കുക. അടുത്തത് എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ്, അതായത് എ കോംപ്ലിമെന്റ് അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, 5യുടെ കോംപ്ലിമെന്റ് നമ്മുടെ നൾസെറ്റിലെ അതിനാണ് നമ്മൾ 5 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? യൂണിവേഴ്സൽ സെറ്റ്. ഇനി യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റോ 5 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കോണം, എൻ ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? എയിലെ എലമെന്റ്സ് ഒഴികെ ബാക്കി യു എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കി എഴുതുന്നതിനാണ് നമ്മൾ എ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്, അല്ലെ? ഇനി എ കോംപ്ലിമെന്റിനകത്ത് നമ്പർ ഓഫ് എലമെന്റ്സ് കാണണമെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിനകത്ത് നിന്ന് എത്ര എലമെന്റ്സ് ഉണ്ടോ അതിൽ നിന്ന് എയിലെ എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു കുറച്ചാൽ പോരെ നമ്പർ ഓഫ് എലമെന്റ്സ്. അതാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. സിമ്പിൾ അല്ലേ? ഇനി ഈ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാ നോക്കിയാലോ? നോക്കിക്കേ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 ആണെങ്കിൽ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ ഇന്റർസെക്ഷൻ എൻ ഓഫ് ബി ആയിരിക്കും. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ആയിരിക്കും. ഇനി എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ല, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നോട്ട് 5 എം ഡി സെറ്റ് അല്ല, അതായത് എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സ് ഉള്ള സെറ്റ് ആണെങ്കിലോ? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി 3 എലമെന്റ്സ് 3 സെറ്റ് തന്നിട്ടുണ്ടെങ്കിലോ, എ ബി സി എന്ന് പറഞ്ഞ 3 സെറ്റ് തന്നിട്ടുണ്ടെങ്കിലോ, 3 സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഈ ഇക്വേഷൻസ് എല്ലാം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അപ്പൊ എന്താണ്? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് വരും. ഇനി മിസ് ചെയ്ത് ആപ്ലിക്കബിൾ ആവുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എവിടെ അപ്ലൈ ചെയ്യണമെന്നൊരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ നോക്കാം, ഇവിടെ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2021 അറ്റംപ്റ്റിൽ വന്നിട്ടുണ്ട്. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 സ്റ്റുഡൻസ് 250 സ്പീക്ക് ഹിന്ദി, 200 സ്പീക്ക് ഇംഗ്ലീഷ്. ഓൾസോ ഈച്ച് ക്യാൻ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ലാംഗ്വേജസ്. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, 400 പേരുണ്ട്. അതിൽ 250 പേർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം, 200 പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. എന്നിട്ട് നമ്മളോട് പറയാണ് ഈ 400 പേരിൽ ഒരു ലാംഗ്വേജ് എങ്കിലും എല്ലാവർക്കും സംസാരിക്കാൻ അറിയാം. അപ്പൊ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി പീപ്പിൾ സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി? ഇംഗ്ലീഷും ഹിന്ദിയും ഒരേപോലെ അറിയാവുന്നവർ ആരൊക്കെ, എത്ര പേരുണ്ടാവും എന്ന് നമ്മുടെ അടുത്ത് കൗണ്ട് എടുക്കാൻ പറയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ സെറ്റിന് നമുക്ക് എച്ച് എന്ന് കൊടുക്കാം. സോറി, ഹിന്ദി സംസാരിക്കുന്നവരുടെ സെറ്റിനെ ഹിന്ദി സംസാരിക്കുന്നവരുടെ സെറ്റിനെ നമുക്ക് എന്ത് കൊടുക്കാം? എച്ച് എന്ന് കൊടുക്കാം. ഇനി ഇ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം.
ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, ഈ 400 പേരിൽ ഈ ഒരു ലാംഗ്വേജ് എങ്കിലും അറിയാവുന്നവരാണ് എല്ലാവരും എന്ന് വെച്ചാൽ എന്താണ്? യെസ്, n ഓഫ് h യൂണിയൻ e എന്ന് പറയുന്നത് 400 ആണ്. ഇനി ഹിന്ദി സംസാരിക്കുന്നവര് 250 ആണെന്ന് പറഞ്ഞിട്ടില്ലേ, n ഓഫ് h എന്ന് പറയുന്നത് 250 ആണ്. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ 200, n ഓഫ് e ഈക്വൽ ടു 200 അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n ഓഫ് h ഇന്റർസെക്ഷൻ e ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? യെസ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ എന്താണ് ഇക്വേഷൻ വരുന്നത്? എയുടെയും ബിയുടെയും പ്ലേസിൽ h e ഇട്ട് കൊടുത്താൽ മതി കേട്ടെ. ഓക്കെ, അപ്പം n ഓഫ് h യൂണിയൻ e ഈക്വൽ ടു n ഓഫ് h പ്ലസ് n ഓഫ് e മൈനസ് n ഓഫ് h ഇന്റർസെക്ഷൻ e എന്ന് വരും. നോക്കിക്കേ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേ നമ്പേഴ്സ്. 400 ഈക്വൽ ടു 250 പ്ലസ് 200 മൈനസ് n ഓഫ് h ഇന്റർസെക്ഷൻ e അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ മക്കളെ? എന്ത് കിട്ടും? n ഓഫ് h ഇന്റർസെക്ഷൻ e എന്ന് പറയുന്നത് എന്ത് കിട്ടും? 450 മൈനസ് 400 ഈക്വൽ ടു 50 എന്ന് നമുക്ക് കിട്ടും അല്ലേ. ആൻസർ കിട്ടിയില്ലേ? നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യനകത്ത് ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇതിനകത്തുനിന്ന് ഏതൊക്കെയാണ് നമ്മളിപ്പം e എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ സെറ്റിനകത്തെ നമ്പർ ഏതാന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഹിന്ദി സംസാരിക്കുന്നവരെ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്നത് e എന്ന് പറയുന്ന സെറ്റിന്റെയും h എന്ന് പറഞ്ഞ സെറ്റിന്റെയും യൂണിയൻ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. എന്താ കണ്ടുപിടിക്കേണ്ടത്? h ഇന്റർസെക്ഷൻ e ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, ഇക്വേഷൻസിനകത്തോട്ട് നമ്പർ ഇട്ട് കൊടുക്കുക, കാൽക്കുലേഷൻ ചെയ്യുക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിനകത്തെ കംപ്ലീറ്റ് നമ്മൾ കോൺസെപ്റ്റ് എല്ലാം ഒന്ന് ഒറ്റയടിക്കൊന്ന് കവർ ചെയ്തല്ലേ. അപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഈ ചാപ്റ്റർ പക്ക അല്ലേ? അപ്പൊ മിസ്സിനെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.